Hi all, this is Reshma Prijan with Inspiring Depot. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫംഗസുകളെ കുറിച്ചാണ്. മൈക്കോളജിയിൽ ഫംഗസുകളുടെ പ്രത്യുൽപാദന രീതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫംഗസുകളുടെ പ്രത്യുൽപാദനം നടക്കുന്നത് 3 രീതിയിലാണ്. ഒന്ന് കായിക പ്രത്യുൽപാദനം, അലൈംഗിക പ്രത്യുൽപാദനം അഥവാ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിൽ കായിക പ്രത്യുൽപാദനം അഥവാ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. സസ്യങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, അതായത് അതിൻ്റെ സിക്താണ്ഡത്തിൽ നിന്നല്ലാതെ ബീജസംയോഗത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കായിക ഭാഗങ്ങളിൽ നിന്ന് എന്തുണ്ടാവുന്നു, പുതിയൊരു സസ്യം ഉണ്ടാവുന്നു. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു ഫംഗസിന്റെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹൈഫകളുണ്ട്, അതുപോലെ തന്തുക്കൾ പോലെയുള്ള ഹൈഫകളുണ്ട്. ആ ഹൈഫകൾ കൂടിച്ചേർന്നുകൊണ്ട് മൈസീലിയം എന്ന് പറയുന്ന ഘടനയുണ്ട്. ഇതൊക്കെ ചേർന്നതാണ് അതിന്റെ ശരീരം അഥവാ താലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കായിക പ്രത്യുൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താലസിലെ ചില ഭാഗങ്ങൾ മുറിഞ്ഞു പോവോ, അല്ലെങ്കിൽ അങ്ങനെ പല പല തരത്തിലുള്ള കായിക പ്രത്യുൽപാദന രീതികളുണ്ട്. അപ്പോൾ അതിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് പുതിയൊരു ജീവി ഉണ്ടാവുക, അതായത് പുതിയൊരു ഫംഗസ് ഉണ്ടാവുക, അതാണ് കായിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അവിടെ സിക്താണ്ഡം രൂപീകരിക്കുന്നില്ല, സ്പോറുകൾ അഥവാ രേണുക്കൾ രൂപീകരിക്കുന്നില്ല. അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ കായിക പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് എന്താണ്, കഷണങ്ങളാക്കലാണ്. ഏതാണ് കഷണങ്ങളാക്കൽ? നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. അതായത് ഹൈഫ, ഓക്കെ. ഇപ്പൊ ഹൈഫയുടെ ചില ഭാഗങ്ങൾ മുറിഞ്ഞു പോവാണെന്ന് വിചാരിക്കുക. ആ മുറിഞ്ഞു പോയ ഭാഗങ്ങൾ എന്ത് ചെയ്യും, പുതിയൊരു താലസ് ആയിട്ട് പുതിയൊരു ശരീരഭാഗം മൈസീലിയം അല്ലെ, ഹൈഫകളുടെ കൂട്ടമായിട്ടുള്ള മൈസീലിയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് കഷണങ്ങളാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിൻമോൾഡ് ആയിട്ടുള്ള മ്യൂക്കർ എന്ന് പറയുന്ന ഒരു ഫംഗസ്, അതുപോലെ ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ആസ്പെർജില്ലസ്. അപ്പൊ ഇത് രണ്ടുമാണ് ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നത്. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ ഏതിലൊക്കെയാണ് നടക്കുന്നത്, മ്യൂക്കറിലും ആസ്പെർജില്ലസിലുമാണ് എന്ത് നടക്കുന്നത്, ഫ്രാഗ്മെന്റേഷൻ അഥവാ കഷണങ്ങളാക്കുന്നത്. ആസ്പെർജില്ലസിനെയും മ്യൂക്കസിനെയാണ് എന്ത് ചെയ്യുന്നത്, കഷണങ്ങളാക്കുന്നത്. ഇനി രണ്ടാമത്തതാണ് ഏത് എന്ന് പറയുന്നത്, വിഭജനം എന്ന് പറയുന്നത്. നമ്മൾ ഫിഷൻ എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ വിഭജനം പല രീതിയിൽ നടക്കാം അല്ലെ. എങ്ങനെയൊക്കെ നടക്കാം, ലംബതലത്തിൽ നടക്കാം, അതുപോലെ തിരശ്ചീന തലത്തിൽ നടക്കാം. തിരശ്ചീന തലം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇങ്ങനെ സാധാരണ ഒരു സസ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ എടുക്കുന്നില്ലേ, ആ സെക്ഷൻ എടുക്കുന്നത് എന്താണ്, ട്രാൻസ്ഫേഴ്സ് എന്നാണ് പറയാ, TS അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം തിരശ്ചീന തലത്തിൽ ഉള്ള കഷണം, അതായത് വിഭജനം, തിരശ്ചീന തലത്തിൽ ഒരു കോശത്തെ വിഭജിക്കുന്നു, അങ്ങനെ അത് 2 പുതിയ കോശങ്ങളായിട്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. ആ രീതി കാണുന്നത് ഏകകോശ ജീവിയായിട്ടുള്ള ചില ഇനം ഈസ്റ്റുകളിലാണ്. ഈസ്റ്റുകളൊക്കെ എന്താണ്, ഏകകോശ ഫംഗസുകളാണല്ലോ. അപ്പൊ അതില് ചില ഈസ്റ്റുകളിൽ, വിഭജന ഈസ്റ്റുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫിഷൻ അഥവാ വിഭജനം കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കായിക പ്രത്യുൽപാദന രീതിയാണ് മുകുളനം അഥവാ ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈസ്റ്റ് കോശങ്ങളിൽ സാധാരണ രീതിയിൽ ഇത് നടക്കുന്നത് ബഡ്ഡിങ് ഈസ്റ്റുകളിലാണ്, അതായത് ചിലയിനം ഈസ്റ്റുകളിലാണ് ഇത് നടക്കുന്നത്. അതുപോലെ സ്മട്ട് എന്നറിയപ്പെടുന്ന അസ്റ്റിലാഗോയിൽ നടക്കുന്നതും ഇത് തന്നെയാണ്. അപ്പൊ മുകുളനം ഏതിലൊക്കെയാണ്, ഈസ്റ്റിൽ എന്തായാലും ഉണ്ട് എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഇത് കൂടാതെ ആരും കൂടി ഉണ്ട്, അസ്റ്റിലാഗോ. ഓക്കെ, ഈസ്റ്റും അസ്റ്റിലാഗോയും ആണ് ബഡ്ഡിങ്, മുകുളനം നടക്കുന്നത്. എന്താണ് മുകുളനം? ഒരു മാതൃകോശം ഉണ്ടാവും. ആ മാതൃകോശത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, വിഭജനം നടക്കുകയും അങ്ങനെ ആ ഭാഗം ഒരു മുകുളമായിട്ട്, ഒരു ബഡായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഈ ബഡിലേക്ക് മർമ്മത്തിന്റെ ഭാഗങ്ങളും അതുപോലെ കോശദ്രവ്യത്തിന്റെ ഭാഗങ്ങളും ഒക്കെ ഒഴുകിയെത്തുകയും അതൊരു ചെറിയൊരു കോശമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇത് മാതൃകോശത്തെ ആശ്രയിച്ചുകൊണ്ട് വളർന്ന് പിന്നെ മാതാവിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയൊരു ഫംഗസ് ആയിട്ട്
മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് മുകുളനം എന്ന് പറയുന്നത്. അപ്പൊ അത് കാണുന്നത് ഏതിലൊക്കെയാണ്? ചില ഈസ്റ്റുകൾ, അത് നമുക്ക് ബഡ്ഡിങ് ഈസ്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ വിഭജനം നടക്കുന്നത് വിഭജന ഈസ്റ്റുകളിൽ, ബഡ്ഡിങ് ഈസ്റ്റുകളിലാണ് എന്ത് നടക്കുന്നത്? മുകുളനം നടക്കുന്നത്. അതുപോലെ വേറൊരുതാണ് ഏതാണ്? സ്മട്ട് അഥവാ അസ്റ്റിലാഗോ. അപ്പൊ ഇത്ര വരെയാണ് കായിക പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത്. ഇതിൽ വേറെയും 1-2 രീതികൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് അലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അത് ഏതാണെന്ന് വഴിയെ നോക്കാം. ഇനി നമ്മൾ പറയുന്നത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. അലൈംഗിക പ്രത്യുൽപാദനം അഥവാ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇത് 20% ഫംഗസുകളിലും നടക്കുന്നത് ഈ ഒരു രീതിയാണ്. മാത്രമല്ല ഇത് ഭൂരിഭാഗവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും ചിലത് പ്രതികൂല സാഹചര്യങ്ങളിൽ അതിനെ തരണം ചെയ്യാന്നുള്ള രീതിയിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നടക്കുന്നത് ഏത് വഴിയാണ്? സ്പോറുകൾ അഥവാ രേണുക്കൾ വഴിയാണ് ഇവിടെ പ്രത്യുൽപാദനം നടക്കുന്നത്. അതാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. നമുക്കിനി സ്പോറുകളുടെ പ്രത്യേകത നോക്കാം. രേണുക്കൾ എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. ചിലത് എന്ന് വെച്ചാൽ ഒറ്റ കോശം മാത്രമായിരിക്കും. ഒരു രേണു എന്ന് പറയുന്നത് ഒരേ ഒരു കോശം മാത്രമുള്ളതായിരിക്കും. അപ്പൊ നമ്മുടെ രോഗകാരിയായിട്ടുള്ള ആസ്പെർജിലോസിസ് ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫംഗസ് അഥവാ ബ്ലാക്ക് മോൾഡ് എന്നറിയപ്പെടുന്ന ആസ്പെർജിലസിലും, അതുപോലെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായിട്ട് അല്ലെ എന്ത് കണ്ടുപിടിക്കുന്നു? പെനിസിലിൻ കണ്ടുപിടിച്ചു അല്ലെ. പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് വേർതിരിച്ചെടുത്ത പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസ്. പെനിസിലിയത്തിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് നീല അല്ലെങ്കിൽ ഹരിത മോൾഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലൂ മോൾഡ് ഓർ ഗ്രീൻ മോൾഡ് എന്നാണ് ഏതിന്റെ പേര്? പെനിസിലിയത്തിന്റെ പേര്. അപ്പോൾ ആസ്പെർജിലസിന്റെ കേസിലും പെനിസിലിയത്തിന്റെ കേസിലും അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റൊരു കോശമേ ഉള്ളൂ. ഒരു രേണു എന്ന് പറയുമ്പോൾ ഒരു കോശമാണ്, ഏകകോശ രേണുക്കളാണ്. അതേസമയം ഒന്നിലധികം കോശങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള രേണുക്കളും കാണപ്പെടാറുണ്ട്. അതാണ് ബഹുകോശ രേണുക്കൾ എന്ന് പറയുന്നത്. ബഹുകോശ രേണുക്കളെ കാണുന്നത് ഏതിലൊക്കെയാണ്? സർക്കോസ്പോറയിലും ആൾട്ടർനേറിയയിലുമാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഏതിലൊക്കെയാണ്? സർക്കോസ്പോറയിലും ആൾട്ടർനേറിയയിലും. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് എന്ത്? സർക്കോസ്പോറ അതുപോലെ ആൾട്ടർനേറിയ. ഇതിൽ രണ്ടിലും ബഹുകോശാണ്. ഇനി നമ്മൾ രേണുക്കൾ തന്നെ 2 രീതിയിൽ പറയാം. എന്താണ്? എൻഡോജനസും ആണ്, എക്സോജനസും ആണ്. എൻഡോജനസ് എന്ന് വെച്ചാൽ പുറത്ത് ഉള്ളില്. എൻഡോജനസ് എന്ന് വെച്ചാൽ എവിടെയാണ്? ഉള്ളില്. അതായത് സ്പൊറാഞ്ചിയ, രേണുക്കൾ രൂപപ്പെടുന്ന സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ രൂപപ്പെടുന്നതിന് അങ്ങനെയുള്ള രേണുക്കളെ നമ്മൾ എൻഡോജിനസ് സ്പോർസ് എന്ന് പറയും. അതായത് ആന്തരികമായിട്ടുള്ള രേണുക്കൾ. അത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മ്യൂക്കർ ഉണ്ട്, റൈസോപ്പസ് ഉണ്ട്. അപ്പൊ റൈസോപ്പസ് നമുക്കറിയാം അല്ലെ, ബ്രെഡ് മോൾഡ് എന്ന് വിളിക്കുന്ന ആ റൊട്ടിയിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലില്ലേ, അതിനെ റൊട്ടി പൂപ്പൽ എന്നുള്ള രീതിയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ മ്യൂക്കറും റൈസോപ്പസും ആണ് എന്ത്? എൻഡോജനസ് സ്പോറിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി എക്സോജിനസ് സ്പോർ ഉണ്ട്. ഇപ്പോൾ ഫംഗസുകളുടെ ചില പ്രത്യേക ഹൈഫകൾ ഉണ്ടാവും. അപ്പം ആ ഹൈഫകളെ നമ്മൾ 4 എന്നുള്ള രീതിയിൽ കൂട്ടിച്ചേർത്തിട്ട് പറയാം. അത് കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാവും. ഫോറുകൾ. അപ്പം ഈ ഹൈഫകളുടെ പുറത്തായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുന്നത്? രേണുക്കൾ ഉണ്ടാവുന്നത്. ആ ഹൈഫകളുടെ ഒരു ഭാഗമോ അങ്ങനെയുള്ള രീതിയിൽ ഭാഗം രേണുവായിട്ട് മാറോ, പുതിയവ ഉണ്ടാവോ, എന്തിനായാലും ഹൈഫകളുടെ പുറത്താണ് രേണുക്കൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു തരത്തിലുള്ള രേണുക്കളെ എന്ത് വിളിക്കുന്നു? എക്സോജിനസ് സ്പോറുകൾ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? എക്സോജിനസ് സ്പോറുകൾ. അതിന് ഉദാഹരണവും ഏത് തന്നെയാണ്? ഏകകോശ സ്പോറുകളുള്ള ആസ്പെർജില്ലസും അതുപോലെ പെനിസിലിയും. ഇത് തന്നെയാണ് അതിൻ്റെയും ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഏകകോശ രേണുക്കളും എക്സോജിനസ് ആയിട്ടുള്ള രേണുക്കളും ഏതിലാണ് കാണുന്നത്? ആസ്പെർജില്ലസിലും പെനിസിലിയത്തിലും. ഓക്കെ, ഒറ്റ കോശമുള്ളത് പുറത്ത് മാത്രം ഉണ്ടാവും അല്ലെ, ഒറ്റ കോശമുള്ളത് പുറത്ത് മാത്രം. ബഹുകോശം വരുന്നത് സർക്കോസ്പോറ ആൾട്ടർനേറിയ, അതുപോലെ എൻഡോജനസ് ആയിട്ട് വരുന്നത് ഉള്ളില് സ്പൊറാഞ്ചിയക്കുള്ളിൽ രൂപപ്പെടുന്നത് മ്യൂക്കർ, റൈസോപ്പസ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ കിട്ടും. ഒന്നാമത്തെ സ്പോറാണ്, അലൈംഗിക സ്പോറാണ് സ്പൊറാഞ്ചിയോസ്പോർ എന്ന് പറയുന്നത്. ഇത് ഒരു എൻഡോജനസ് ആയിട്ടുള്ള സ്പോറാണ്. അതായത് സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ മാത്രമേ നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ചില ഹൈഫകളിൽ എന്തുണ്ടാവും? സ്പൊറാഞ്ചിയം ഉണ്ടാവും,
അതിൻ്റെ ഉള്ളിലാണ് ഈ സ്പൊറാഞ്ചിയോ സ്പോറിനെ കാണുന്നത്. അങ്ങനെയുള്ള ഹൈഫ അറിയപ്പെടുന്ന പേരാണ് സ്പൊറാഞ്ചിയോ ഫോർ. എന്താ അറിയപ്പെടുന്നത്? സ്പൊറാഞ്ചിയോ ഫോർ എന്നറിയപ്പെടുന്നത് ആ ഹൈഫയാണ്. ഇനി ഇത് രണ്ട് തരത്തിലുണ്ടാവാം. ചിലതിന് ചലിക്കാനുള്ള ശേഷി ഉണ്ടാവും, ചലനശേഷിയുള്ളവയായിരിക്കും. അങ്ങനെയുള്ളവയാണ് നമ്മുടെ സ്വജലരേണു അഥവാ സൂസ്പോർ എന്ന് പറയുന്നത്, അല്ലെ? സൂ എന്ന് വെച്ചാൽ എന്താ? മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടയാണ്. അപ്പൊ മൃഗങ്ങൾക്ക് ചലനശേഷിയുണ്ട്, അതുപോലെ ഈ സൂസ്പോറിന് എന്തുണ്ട്? ചലനശേഷിയുണ്ട്. ഇത് കാണുന്നത് ഏതിലൊക്കെയാണ്? പൈത്തിയം, ഫൈറ്റോഫ്തോറ, എക്ലിയ. ഏതിലൊക്കെയാണ് കാണുന്നത്? ഏതിനൊക്കെയാണ് ചലിക്കാൻ പറ്റുന്നത്? പൈത്യത്തിന് ചലിക്കാൻ പറ്റും, ഫൈറ്റോഫ്തോറക്ക് ചലിക്കാൻ പറ്റും, പിന്നെ എക്ലിയ. ഓക്കെ, പൈത്തിയം, ഫൈറ്റോഫ്തോറ, എക്ലിയ മൂന്നാക്കും എന്ത് ചെയ്യാൻ പറ്റും? ചലിക്കാൻ പറ്റും. ഇനി ചലിക്കാൻ പറ്റാത്ത രേണുക്കൾ ഉണ്ടാവാം, അല്ലെ? അതിനെ നമ്മൾ അജലരേണു അല്ലെങ്കിൽ എപ്ലാനോസ്പോർ എന്നാണ് വിളിക്കാറുള്ളത്. അജലരേണു അല്ലെങ്കിൽ എപ്ലാനോസ്പോർ. അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഒന്ന് മ്യൂക്കർ ആണ്, അതുപോലെ റൈസോപ്പസ് എന്ന് പറയുന്ന റൊട്ടിപ്പൂപ്പൽ, അതുപോലെ പൈലോബോളസ്. ഓക്കെ, ഇവരൊക്കെയാണ് അജലരേണുക്കൾ ഉള്ളത്. ഓക്കെ, ഇപ്പൊ സൂല് പോകുന്നത് പൈത്യം, ഫൈറ്റോഫ്തോറ, എക്ലിയ, അല്ലെ? പോവാത്തത്, അതായത് എപ്ലാനോസ്പോർ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? മ്യൂക്കർ, റൈസോപ്പസ്, പൈലോബോളസ്. മ്യൂക്കർ, റൈസോപ്പസ്, പൈലോബോളസ് ഇതൊക്കെയാണ്. രണ്ടാമത്തതാണ് അല്ലെങ്കിൽ പ്രത്യുൽപാദന രേണുവാണ് കൊനീഡിയോസ്പോർ എന്ന് പറയുന്നത്. അതിൽ ഒന്നിനെ നമ്മൾ കൊനീഡിയോസ്പോർ അഥവാ കൊനീഡിയം എന്ന് പറയും. ഒന്നിലധികം വരുമ്പോഴാണ് കൊനീഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതും എന്താണ്? എക്സോജിനസ് ആയിട്ടുള്ള സ്പോറുകളാണ്. അതായത് ചില പ്രത്യേക ഇനം ഹൈഫകളുടെ അഗ്രഭാഗത്തു നിന്നോ വശങ്ങളിൽ നിന്നോ ആണ് ഈ സ്പോറുകൾ രൂപീകരിക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ AP എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി, അല്ലെ? ആസ്പെർജില്ലസും പെനിസിലും ഒരുമിച്ചിട്ട് വരുന്ന ഒരുപാട് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന കുറച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ AP എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. AP എവിടെയാ വരുന്നത്? കൊനിഡിയോസ്പോറിന്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, കൊനിഡിയോസ്പോറിലാണ് AP വരുന്നത്. അതിങ്ങനെ ഒരുപാടെണ്ണം ഒരുമിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒറ്റയായിട്ടല്ല, ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പം ഈ കൊനീഡിയോസ്പോർ ഏതിലാണെന്ന് പറഞ്ഞു? ആസ്പെർജില്ലസിലും പെനിസിലിയത്തിലും. ഇനി അടുത്തതാണ് ഓയിഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓയിഡിയ ആദ്യമൊക്കെ ഇത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ടായിരുന്നു പറയുന്നത്. ഓയിഡിയയും ക്ലാമിഡോസ്പോറും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട്. പക്ഷെ ഇപ്പോൾ അത് ഏതിലാണ് ഉൾപ്പെടുന്നത്? അലൈംഗിക പ്രത്യുൽപാദനത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പം ഓയിഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏകകോശ രേണുവാണ്. അതായത് മൈസീലിയം എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് ഹൈഫകൾ കൂടിച്ചേർന്നിട്ടുണ്ടാവുന്നതാണ് എന്ത്? മൈസീലിയം. അതാണ് അതിന്റെ ശരീരം, താലസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈസീലിയത്തിന്റെ ആ ഓരോ കോശവും വേർപെടാൻ തുടങ്ങും. ഒറ്റ കോശം, അതായത് ഈസ്റ്റ് സെല്ലുകളെ പോലെ. ഇപ്പം ഈസ്റ്റ് അങ്ങനെയാണല്ലോ, ഒരു കോശമല്ല ഒരു ജീവിയായിട്ട് വരുന്നത്. അപ്പൊ അതുപോലെ മൈസീലിയത്തിലുള്ള ഓരോ കോശവും വേർപെടാൻ തുടങ്ങും. ആ കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഓയിഡിയ എന്ന് പറയുന്നത്. ഇങ്ങനെ കോശങ്ങൾ വേർപെട്ട് ഓയിഡിയ ഉണ്ടാവുന്ന ആ പ്രക്രിയയുടെ പേരാണ് ടോറുല. ഇതൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയുടെ പേരെന്താണ്? ടോറുല. ഇത് കാണുന്നത് ഏതിലൊക്കെയാണ്? മ്യൂക്കർ, പിന്നെ വേറെ വരുന്നത് കൊളീബിയ. മ്യൂക്കർ, കൊളീബിയ, കോപ്രിനസ്. ഓക്കെ, അപ്പൊ ആ ഒരു കണക്ഷൻ കൊടുത്താൽ മതി. മ്യൂക്കർ, അല്ലെ? വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. മ്യൂക്കർ, കൊളീബിയ, കോപ്രിനസ്. കോപ്രിനസിന് ഒരു പേരും കൂടിയുണ്ട്. എന്താണ്? ലോയേഴ്സ് വിഗ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടത്തെ അല്ലെ കോടതിയിൽ ജഡ്ജിമാരും വക്കീലുമാരും ഒക്കെ ഒരു വിഗ് വെക്കൂലേ? അപ്പം അതിനെ ഏകദേശം അതിന്റെ ആകൃതിയിൽ വരുന്നതുകൊണ്ട് ഇത് അറിയപ്പെടുന്ന പേരെന്താണ്? ലോയേഴ്സ് വിഗ് എന്നാണ്. ഇനി അടുത്തത് ക്ലാമിഡോസ്പോർ ആണ്. ക്ലാമിഡോസ്പോറിന്റെ പ്രത്യേകത നല്ല കട്ടിയുള്ള കോശഭിത്തിയായിരിക്കും. സാധാരണ ഹൈഫകളുടെ അഗ്രഭാഗത്ത് നിന്നാണ് ഇവരുണ്ടാവുന്നത്. ഇതും എന്താണ്? എക്സോജിനസ് ആണ്. അപ്പം അഗ്രഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന നല്ല കട്ടിയുള്ള സ്പോറുകളാണ്. കട്ടിയുള്ള കോശഭിത്തി ഉണ്ടാവും. എന്തിനായിരിക്കും ഇത്രയും കട്ടിയുള്ള കോശഭിത്തി? പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കും ഈ സ്പോറുകൾ രൂപീകരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്രയും കട്ടിയുള്ള കോശഭിത്തി ഉണ്ടാവുന്നത്. എന്നിട്ട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ ഈ കോശഭിത്തി പൊട്ടി ഇത് പുറത്തേക്ക് വരുന്ന രീതിയിലേക്കാണ് അങ്ങനെ മുളയ്ക്കുന്നു. പുതിയൊരു ഫംഗസ് ആയിട്ട് മാറുന്നു. അപ്പം ഇത് കാണുന്നത് അസ്റ്റിലാഗോയിലാണ്. അസ്റ്റിലാഗോ എന്ന് വെച്ചാൽ എന്താണ്? സ്മട്ട് അല്ലെങ്കിൽ സ്മട്ട് ഫംഗസ് എന്നറിയപ്പെടുന്നതാണ് അസ്റ്റിലാഗോ.
അപ്പൊ അതിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? കട്ടിയുള്ള കോശഭിത്തിയുള്ള ക്ലാമിഡോസ്പോറുകൾ ഉണ്ടാവും. അത് ജീവിക്കുന്ന സാഹചര്യം പ്രതികൂലമാണെങ്കിൽ, എന്നിട്ട് ആ സ്പോറുകൾ പിന്നീട് എന്ത് ചെയ്യും? അനുകൂല സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അത് പൊട്ടിയിട്ട് പുതിയ അസ്റ്റലാഗോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് അലൈംഗിക പ്രത്യുൽപാദന രീതികൾ എന്ന് പറയുന്നത്. ഫംഗസുകൾ പലതരത്തിലുണ്ട് അല്ലെ. ഫൈക്കോമൈസീറ്റുകൾ, ബെസിഡിയോമൈസീറ്റുകൾ, ആസ്കോമൈസീറ്റ്, അതുപോലെ ഡ്യൂട്ടിറോമൈസീറ്റുകൾ. ഡ്യൂട്ടിറോമൈസീറ്റുകളിൽ നമുക്ക് ഒരിക്കലും എന്ത് കാണാൻ വേണ്ടി പറ്റില്ല? ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതൊരു എക്സെപ്ഷൻ ആണ്. ലൈംഗിക പ്രത്യുൽപാദനം നടക്കാത്തത് ഏത് ഫംഗസ് ഇനങ്ങളിലാണ്? ഡ്യൂട്ടിറോമൈസീറ്റുകളിലാണ്. ഇനി ഏത് തരം ലൈംഗിക പ്രത്യുൽപാദനം ആയാലും അത് 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ആ 3 ഫേസസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് 3 ഘട്ടങ്ങൾ. എന്തായിരിക്കും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്? ഇപ്പൊ ബീജകോശങ്ങൾ ഉണ്ടാവും അല്ലെ. എപ്പോഴും ഈ പറഞ്ഞ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ എന്താണ്? ബീജകോശങ്ങൾ സംയോജിച്ചിട്ട് സിക്താണ്ഡം ഉണ്ടാവുകയും പിന്നീട് പുതിയൊരു ജീവിയായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അപ്പം ഈ ബീജകോശങ്ങൾ ഹാപ്ലോയിഡ് ആണ്, ഏകപ്ലോയിഡുകളാണ്. അതായത് സാധാരണ രീതിയിൽ നമുക്ക് 2 സെറ്റ് ക്രോമസോമുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി സെറ്റ് മാത്രമേ ഏതിൽ കാണൂ? ബീജകോശങ്ങളിൽ. അപ്പം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഈ ബീജകോശങ്ങളുടെ കൂടിച്ചേരലുകളാണ് ഇവിടെ നടക്കുന്നത്. ആ കൂടിച്ചേരുമ്പോൾ അതിൻ്റെ എന്താണ് ആ കോശങ്ങൾ മെല്ലെ അലിഞ്ഞു ചേരുവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ജീവദ്രവ്യങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നു. മർമ്മം ചേരുന്നില്ല. മർമ്മം 2ആയിട്ട് തന്നെ നിലനിന്നുകൊണ്ട് ജീവദ്രവ്യങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് മർമ്മങ്ങളുടെ സംയോജനം. അതറിയപ്പെടുന്ന പേരാണെന്ത്? കാരിയോഗമി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഫൈക്കോമൈസീറ്റുകൾ എടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് സഡൻ ആയിരിക്കും. അതായത് പ്ലാസ്മോഗമി നടന്ന ആ സ്പോട്ട് തന്നെ കാരിയോഗമി നടക്കും. പെട്ടെന്ന് തന്നെ സിക്താണ്ഡം ഉണ്ടാവുന്നു, വിഭജിക്കുന്നു, രേണുക്കൾ ഉണ്ടാവുന്നു. അതേസമയം ആസ്കോമൈസീറ്റിലും ബെസിഡിയോമൈസീറ്റിലും ഇതിനൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും പ്ലാസ്മോഗമി കഴിഞ്ഞതിന് ശേഷം ന്യൂക്ലിയസുകൾ എന്ന് വെച്ചാൽ മർമ്മം, ആ 2 ബീജകോശങ്ങളുടെയും മർമ്മങ്ങൾ അതുപോലെ തന്നെ, അതായത് ഒരു കോശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ അവസ്ഥ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോട്ടൈസേഷൻ. ഓക്കെ, ആ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഡൈകാരിയോട്ടൈസേഷൻ. അതിന്റെ ഭാഗമായിട്ട് ഒരു കോശത്തിൽ തന്നെ 2 മർമ്മമുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും, ഒരു ഘട്ടം ഉണ്ടാവും. ആ ഘട്ടമാണ് ഡൈകാരിയോ ഘട്ടം അഥവാ ഡൈകാരിയോൺ എന്ന് പറയുന്നത്. പിന്നീടാണ് ആ മർമ്മങ്ങൾ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നത്? സിക്താണ്ഡം, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സിക്താണ്ഡം ഉണ്ടാവുന്നത്. ബീജകോശങ്ങൾ ഏകപ്ലോയിഡ് ആണ്, ഹാപ്ലോയിഡ് ആണ്. അതേസമയം അവർ കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന സിക്താണ്ഡം എന്താ? 1+1 2 അല്ലെ. സിക്താണ്ഡം എന്താണ്? 2n ആണ്, ഡിപ്ലോയിഡ് ആണ്. ഈ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് സിക്താണ്ഡത്തിന്റെ വിഭജനം നടക്കുന്നത്. ഇത് റിഡക്ഷൻ ഡിവിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. മയോസിസ് എന്നും മിയോസിസ് എന്നും ഒക്കെ പറയുന്ന ഊനഭംഗം. അപ്പോൾ ഊനഭംഗത്തിൽ എന്താ സംഭവിക്കുന്നത് അല്ലെ? ക്രോമസോം സെറ്റുകൾ വേർപിരിഞ്ഞിട്ട് എന്താണ്? ഓരോ സെറ്റും ഓരോ രേണുക്കളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ രേണുക്കൾ എന്തായിരിക്കും? ഒറ്റ സെറ്റ് മാത്രം വരുമ്പോൾ അതെന്താണ്? ഏകപ്ലോയിഡ് രേണുക്കളാണ് അല്ലെ. അപ്പൊ ഈ സിക്താണ്ഡം വിഭജിച്ചിട്ടുണ്ടാവുന്ന രേണുക്കൾ എന്തായിരിക്കും? ഏകപ്ലോയിഡ് ആയിട്ടുള്ള രേണുക്കളാണ്. അപ്പൊ ബീജകോശങ്ങളും സിക്താണ്ഡം ഉണ്ടാക്കുന്ന ബീജകോശങ്ങളും സിക്താണ്ഡത്തിൽ നിന്ന് ഉണ്ടാകുന്ന രേണുക്കളും രണ്ടും എന്താണ്? ഏകപ്ലോയിഡ് അഥവാ ഹാപ്ലോയിഡ് ആണ്. ഇനി പറയുന്നത് പ്ലാനോഗാമീറ്റിക് ഓപ്പുലേഷൻ ആണ്. അപ്പോൾ പ്ലാനോഗാമീറ്റിക് ഓപ്പുലേഷൻ എന്ന് വെച്ചാൽ പ്ലാനോ ഗാമീറ്റുകൾ കൂടി ചേർന്ന് സിക്താണ്ഡം ഉണ്ടാവുന്നു, പിന്നെ അത് രേണുക്കളായിട്ട് മാറുന്ന ഒരു രീതി. ഓക്കെ, അപ്പൊ എന്താണ് പ്ലാനോഗാമീറ്റുകൾ എന്ന് പറയുന്നത്? അവർ അനാവൃതമാണ്, സജല ബീജകോശങ്ങളാണ്. അപ്പൊ ചില എക്സെപ്ഷൻ ഉണ്ട്. സജലം എന്ന് വെച്ചാൽ എന്താണ്? ചലിക്കാൻ പറ്റുന്നത് അല്ലെ, മോട്ടൈൽ ആയിട്ടുള്ളത്. അപ്പോൾ ചലനശേഷിയുള്ള ബീജകോശങ്ങൾ സംയോജിക്കുന്നു. ചിലപ്പോൾ അതിലേതെങ്കിലും ഒന്നിന് മാത്രമേ ചലനശേഷി ഉണ്ടാവും. അപ്പൊ അവർ അനാവൃതമാണ്. അനാവൃതം എന്ന് വെച്ചാൽ കട്ടിയുള്ള കോശഭിത്തിയോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബീജകോശങ്ങൾ സംയോജിക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനോഗാമീറ്റിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത്.
ഇതിൽ തന്നെ 3 തരത്തിലാണ് നമ്മളിത് പറയുന്നത്. ആ കൂടിച്ചേരുന്ന ഗാമീറ്റുകളുടെ സ്വഭാവം, ചലനശേഷി, ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 തരം. ഒന്നാണ് ഐസോഗമി എന്ന് പറയുന്നത്. ഐസോഗമി എന്ന് പറയാൻ കാണാൻ ഒരുപോലെ ഇരിക്കും. 2 ഗാമീറ്റുകളെ നമുക്ക് അതിലേതാണ് പിന്നെ സ്ത്രീ ബീജകോശം ഏതാണ് പുരുഷ ബീജകോശം എന്ന് മനസ്സിലാവില്ല. പക്ഷേ ആന്തരിക ഘടന എന്തായിരിക്കും, അതിന്റെ ഫിസിയോളജി നോക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, മോർഫോളജി സെയിം ആയിരിക്കും, ഫിസിയോളജിയിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളത്. അപ്പൊ അതിന് ഉദാഹരണമാണ് സിങ്കിട്രിയം, അതുപോലെ കാറ്റിനേറിയ. അപ്പൊ ഇതിൽ രണ്ടിലും എന്താണ്, ഐസോഗമിയാണ് കേട്ടോ. അപ്പം സിങ്കിട്രിയയിലും അതുപോലെ കാറ്റിനേറിയയിലും എന്താണ്, ഐസോഗമി. അനൈസോഗമി എന്ന് വെച്ചാൽ കാഴ്ചയിലും വ്യത്യസ്തമായിരിക്കും, ആന്തരിക ഘടനയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ബാഹ്യ ആന്തരിക ഘടനകൾ വ്യത്യസ്തം. അപ്പം അതാണ് അതിനൊരു ഉദാഹരണമാണ് അലോമൈസസ് എന്ന് പറയുന്ന ഫംഗസ്. ഓക്കെ, അപ്പൊ അലോമൈസസിന്റെ കേസിൽ അങ്ങനെയാണ്. ഇനി ഊഗമി. ഊഗമി എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ പ്രത്യുൽപാദന കോശങ്ങളുമായിട്ട് സാമ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രത്യുൽപാദന രീതിയുമായിട്ട് ഇതിന് സാമ്യത കുറച്ച് ഉണ്ട്. അപ്പൊ സാധാരണ നമ്മൾ പറയില്ലേ അല്ലെ, അപ്പം ഇവരൊക്കെ ഉണ്ടാവുന്ന ഏതാണ് അല്ലെ, എന്താണ്, ഗാമീറ്റാൻജിയയിലാണ് അല്ലെ. സ്പോറുകൾ ഉണ്ടാവുന്നത് സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന സഞ്ചികളിലാണെങ്കിൽ ഗാമീറ്റുകൾ ഉണ്ടാവുന്നത് ഏതിലാണ്, ഗാമീറ്റാൻജിയയിലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ആന്തരീഡിയം, ഓക്കെ, ആന്തരീഡിയം എന്ന് പറയുന്ന ഒരു പുരുഷ ഗാമീറ്റാൻജിയ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള പുരുഷ ബീജകോശങ്ങൾക്ക് ചലനശേഷിയുണ്ട്. ഇവരാണ് ആന്തരോസോയിഡുകൾ എന്ന് പറയുന്നത്. ഇവര് ചലിക്കുകയും അവരെവിടെ എത്തുകയും ചെയ്യുന്നു, ഊഗോണിയം എന്ന് പറയുന്ന സ്ത്രീ ഗാമീറ്റാൻജിയയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഊഗോണിയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്, അണ്ഡം ഉണ്ട്. ഈ അണ്ഡം എന്താണ്, അജലിതമാണ്. അജലിതം എന്ന് വെച്ചാൽ ചലിക്കാനുള്ള ശേഷി ഇല്ല. അപ്പം അവിടെ ഈ ആന്തരോസോയിഡുകൾ പോയിട്ട് അണ്ഡവുമായിട്ട് സംയോജിക്കുന്നു, അങ്ങനെ സിക്താണ്ഡം ഉണ്ടാവുന്നു. ഇതിന് എക്സാമ്പിൾ മോണോബ്ലിഫാരിസ് ആണ്. അപ്പൊ മോണോബ്ലിഫാരിസിൽ നമ്മൾ ഇതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നതെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മോണോബ്ലിഫാരിസിന്റെ കേസിൽ എന്താണ്, ആന്തരോസോയിഡുകൾ, ആന്തരീഡിയത്തിൽ നിന്നുള്ള ആന്തരോസോയിഡ് എവിടത്തേക്ക് പോകുന്നു, ഊഗോണിയത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ഊസൈറ്റ് അല്ലേ അണ്ഡം എന്ന് പറയുന്നത്, അതുമായിട്ട് യോജിക്കുന്നു. ഇനി അടുത്തതാണ് ഗാമീറ്റാൻജിയൽ കോണ്ടാക്ട് അഥവാ ഗാമീറ്റാൻജിയൽ സമ്പർക്കം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഗാമീറ്റാൻജിയകൾ ഉണ്ടല്ലോ, അതായത് പുരുഷലിംഗ ഗാമീറ്റാൻജിയാണ് ആന്തരീഡിയം എന്ന് പറയുന്നത്. അതുപോലെ സ്ത്രീലിംഗ ഗാമീറ്റാൻജിയാണ് ഊഗോണിയം എന്ന് പറയുന്നത്. ഇത് രണ്ടും അടുത്തടുത്തോട്ട് വരും. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും അടുത്തോട്ട് വരികയും അത് രണ്ടും യോജിക്കുന്ന ഭാഗത്ത് ഒരു ബീജസംയോഗ നാളി അല്ലെ എന്തുണ്ടാവുന്നു, ആ രണ്ടും സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് ഒരു നാളി രൂപപ്പെടുന്നു. അതായത് അവരുടെ എന്താണ് കോശത്തിന്റെ സ്ഥലമൊക്കെ കൂടി ചേർന്നുകൊണ്ട് അവിടെ ഒരു വഴി രൂപപ്പെടുന്നു. അപ്പൊ ആ ഒരു ട്യൂബിനെ, അതാണ് ബീജസംയോഗ നാളി എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആന്തരീഡിയത്തിലുള്ള പുരുഷലിംഗ എന്താണ് ബീജങ്ങൾ ഉണ്ടാവും അല്ലെ, പുരുഷ ബീജങ്ങൾ. അപ്പോൾ ആന്തരീഡിയത്തിലുള്ള പുരുഷ ബീജ മർമ്മങ്ങൾ അത് ഒന്നുണ്ടാവാം, രണ്ടുണ്ടാവാം. 1 or 2 പുരുഷ ബീജ മർമ്മങ്ങൾ മെല്ലെ അടുത്ത ഊഗോണിയത്തിലേക്ക് കയറുകയും അവിടെ വെച്ച് അണ്ഡവുമായിട്ട് ബീജസംയോഗത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഗാമീറ്റാൻജിയൽ സമ്പർക്കം എന്ന് പറയുന്നത്. ഇത് ഏതിലൊക്കെ കാണുന്നുണ്ട്, ഒന്ന് ആൽബിക്കോ ആസ്പെർജില്ലസ്. ഓക്കെ, ABAS എന്നുള്ള രീതി പഠിച്ചാൽ മതി. എന്താണ് ഗാമീറ്റാൻജിയൽ കോണ്ടാക്ട് ഉള്ളവരാരൊക്കെയാണ്, AB-യും AS-ഉം തമ്മിൽ എന്താണ് അല്ലെ കോണ്ടാക്ട് ഉണ്ട്. ആൽബിക്കോ ആസ്പെർജില്ലസ്. ഓക്കെ, ആൽബിക്കോ ആസ്പെർജില്ലസ്. അതിൻ്റെ കൂടെ പൈത്യം ആൻഡ് ഫൈറ്റോഫ്തോറ. അടുത്തതാണ് ഗാമീറ്റാൻജിയൽ കോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഗാമീറ്റാൻജിയൽ കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഒരു നാളി ഉണ്ടാവുന്നു. അതായത് ഈ 2 ഗാമീറ്റാൻജിയും തമ്മിൽ എന്താണ് വലിയ ബന്ധമൊന്നുമില്ല അല്ലെ, ഒരു നാളി രൂപീകരിക്കുന്നു എന്നുള്ള രീതിയിൽ. അതേസമയം ഗാമീറ്റാൻജിയൽ കോപ്പുലേഷനിലേക്ക് വരുമ്പോൾ ഈ 2 ഗാമീറ്റാൻജികളും തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് 2 ഗാമീറ്റാൻജികളും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുമല്ലോ, സമ്പർക്കം വരുമല്ലോ. ആ സമ്പർക്കം വരുന്ന ഭാഗം അലിഞ്ഞു പോകുന്നു, ഡിസോൾവ് ആവുന്നു. എന്നിട്ട് ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് എല്ലാ കണ്ടന്റും വ്യാപിക്കും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അവര് അതിലെ
ദ്രവ്യവസ്തുക്കൾ, കോശദ്രവ്യ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, തമ്മിൽ കൈമാറ്റം ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ തുടക്കത്തില്, അതായത് ഈ രണ്ട് ഗാമീറ്റാഞ്ചികളും കൂടിച്ചേർന്ന് കിടക്കുന്ന ആ ഒരു ആദ്യ ഘട്ടം ഉണ്ടല്ലോ, അതായത് അതിന്റെ ആവരണം മാത്രം, ചേരുന്ന ഭാഗത്തുള്ള ആവരണം ലയിച്ചു പോകുന്നു. ആ ലയിക്കുന്ന ആ തുടക്കത്തിന് അറിയപ്പെടുന്ന, തുടക്ക സമയത്തുള്ള ആ ഗാമീറ്റാഞ്ചി അറിയപ്പെടുന്ന പേരാണ് പ്രോ ഗാമീറ്റാഞ്ചിയ. ഓക്കെ, ഇത് രണ്ട് ചേർന്നിട്ടുണ്ടാവുന്ന ആ ആദ്യകാല രൂപമാണ് ഇത് പ്രോ ഗാമീറ്റാഞ്ചിയ. പിന്നീട് എന്ത് ചെയ്യുന്നു, അവര് കോശദ്രവ്യ വസ്തുക്കളും മർമ്മ വസ്തുക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഐസോ ഗാമീറ്റാഞ്ചിയ ആയിട്ട് മാറുന്നു. ഓക്കെ, തുല്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, അതാണ് ഐസോ ഗാമീറ്റാഞ്ചിയ. പിന്നീട് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ഇത് തന്നെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത് അല്ലെ. പ്ലാസ്മോഗമി നടന്നു കഴിഞ്ഞു, കാരിയോഗമി കഴിയുന്നു, ഊനഭംഗം കഴിയുന്നു, രേണുക്കൾ ഉണ്ടാവുന്നു. ഇത് കാണുന്നത് മ്യൂക്കറിലും റൈസോപ്പസിലും ആണ്. ഓക്കെ, ഗാമീറ്റാഞ്ചിയൽ കോപ്പുലേഷൻ കാണുന്നത് ഏതിലാണ്, മ്യൂക്കറിലും റൈസോപ്പസിലും. ഇനി അടുത്തതാണ് സ്പെർമറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആസ്കോ ബെസിഡിയോ മൈസീറ്റുകളിലാണ് കൂടുതലും കാണുന്നത്. ഇത് കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള ഫംഗസുകളാണ്. ഉയർന്ന തലത്തിലുള്ള ഇത്തരം ഫംഗസുകൾക്ക് എന്തില്ല, ലൈംഗികാവയവങ്ങൾ ഇല്ലെങ്കിലും അതിൽ എന്താ നടക്കുന്നത്, സാധാരണ ഒരു സസ്യങ്ങളിലൊക്കെ നടക്കുന്ന പോലെ പരാഗണം നടക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പുരുഷ ഗാമീറ്റാഞ്ചിയിൽ നിന്ന് സ്പെർമാറ്റിയ എന്ന് പറയുന്ന ചലിക്കാൻ കഴിയുന്ന രേണുക്കളെ പോലെയുള്ള, സ്പോറുകളെ പോലെയുള്ള ബീജകോശങ്ങൾ കാറ്റ് വഴിയും മഴ വഴിയും അല്ലെങ്കിൽ ഷഡ്പഥങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, അത് സ്ത്രീ ഗാമീറ്റാഞ്ചിയ അല്ലെങ്കിൽ സ്ത്രീലിംഗ ഗാമീറ്റാഞ്ചിയയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെ ബീജസംയോഗം, സിക്താണ്ഡം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്, പക്സീനിയാണ്. പക്സീനിയ ഗോതമ്പില് റസ്റ്റ് രോഗം ഉണ്ടാക്കുന്ന ഒരു രോഗകാരിയാണ്. അടുത്തതാണ് സൊമാറ്റോഗമി എന്ന് പറയുന്നത്. ഇതും ഉയർന്ന തലത്തിലുള്ള ഫംഗസുകളിൽ, അതായത് ആസ്കോ ബെസിഡിയോ മൈസീറ്റുകളിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിലുള്ള ഹൈഫ അല്ലെങ്കിൽ ഓരോ കോശം ഉണ്ടാവില്ല, ഹൈഫയിലുള്ള ഓരോ കോശത്തിനെ നമ്മൾ എന്താ പറയാ, സൊമാറ്റിക കോശം എന്ന് പറയും അല്ലെ, ബോഡി സെല്ല്. ആ ഓരോ സൊമാറ്റിക കോശവും അല്ലെങ്കിൽ ഒരു ഹൈഫ തന്നെ എന്തായിട്ട് മാറുന്നു, മെല്ലെ മെല്ലെ അതൊരു ഗാമീറ്റാഞ്ചിയായിട്ട് മാറുന്നു. ഗാമീറ്റാഞ്ചിയത്തിന്റെ ഉള്ളിലാണല്ലോ ഗാമീറ്റുകൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പം അത് വ്യത്യസ്ത ഹൈഫകളാണ്, വ്യത്യസ്ത താലസുകളായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഒരു ഫംഗസിന്റെ ഹൈഫ ഒരു ഗാമീറ്റാഞ്ചിയ, ഇപ്പൊ സ്ത്രീ ഗാമീറ്റാഞ്ചിയ ആണെങ്കിൽ മറ്റൊരു ഫംഗസിന്റെ ഹൈഫ ഒരു പുരുഷ ഗാമീറ്റാഞ്ചിയ ആയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ എന്ത് നടക്കുന്നു, ആ ഗാമീറ്റാഞ്ചികളുടെ കൂടിച്ചേരലുകൾ നടക്കുകയും അങ്ങനെ പുതിയൊരു ഫംഗസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാണുന്നത് പെസൈസ എന്ന് പറയുന്ന കപ്പ് ഫംഗസില്, അതുപോലെ അഗാരിക്കസ് നമുക്കറിയാം, നമ്മളെ കൂണാണ് അഗാരിക്കസ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് ഗിൽ ഫംഗസ് എന്ന് പറയുന്നത്. മോർച്ചല്ല, അത് ഒരു കൂണാണ്, സ്പോഞ്ച് കൂൺ എന്ന് പറയും, അല്ലെങ്കിൽ ഗുച്ചി എന്ന് പറയും. അപ്പോൾ അഗാരിക്കസ്, പെസൈസ, മോർച്ചല്ല, ഇത് മൂന്നുമാണ് ഏതിന് ഉദാഹരണങ്ങൾ, സൊമാറ്റോ ഗമിക്ക് ഉദാഹരണങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കായിക, അലൈംഗിക, അതുപോലെ ലൈംഗിക പ്രത്യുൽപാദന രീതികളെ കുറിച്ചാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.